രാത്രി എന്തിനാ വന്ദനമേ മുടി കെട്ടി വെക്കുന്നത്? അയച്ചിട്ടൂടെ? മോളെ, മുടി എപ്പോഴും കെട്ടിവെച്ചാ മുടിയുടെ കനം കൂടും, വളർച്ച കൂടും, ദേ മുടി കൊഴിയുന്നതും കുറയും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. പെൺകുട്ടികൾക്കേ മുടിയാണ് സൗന്ദര്യം. എന്റെ സ്കൂളില് രമ്യ മിസ്സിന് ദേ ഇത്രയും വരെ മുടിയുണ്ട്. അത്രയും മുടി വളർന്നത് കുഞ്ഞിലെ രമ്യ മിസ്സിന്റെ അമ്മ ഇങ്ങനെ കെട്ടിവെച്ച് കൊടുത്തോണ്ടാണോ? പിന്നെ അല്ലാതെ. അല്ലെങ്കിലേ ഈ രമ്യ മിസ് മൊട്ടച്ചിയാണ്. അമ്മയും മോളും വലിയ സന്തോഷത്തിലാണല്ലോ. ഇത് ദിയമോക്ക്. ഈ താങ്ക്സ് വേണ്ടെന്ന് ജഗനങ്ങൾ പറഞ്ഞിട്ടുണ്ടേ. രമ്യ മിസ് പറഞ്ഞിട്ടുണ്ട് ആരെന്ത് തന്നാലും താങ്ക്സ് പറയണമെന്ന്. ഈ രമ്യ മിസ്സിനെ കൊണ്ട് തോറ്റു. മിക്കവാറും അവരെ ഞാൻ കൊല്ലും. ഇതിന്ന് ഒരു ചോക്ലേറ്റ് ഞാൻ ഗോകുൽ ചേട്ടന് കൊടുത്തിട്ട് വരാം. പതുക്കെ വീഴും. ജഗൻ എന്താ ഇന്ന് വൈകിയത്? അത് ഞാൻ വിക്രമന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. വിക്രമന്റെ വീട്ടിലോ? അതെന്തിനാ അവിടെ പോയത്? അവിടെ ആരാ ഉള്ളത്? വന്ദനെ, നമ്മൾ അറിഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങള്. എന്ന് വെച്ചാ വിക്രം മരിച്ചിട്ടില്ല. ജഗ, എന്തൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞാണ് സത്യം. വിക്രം ചികിത്സയിലാണ്. ഇത്രയും നാൾ ഇക്കാര്യം ആരോടും പറയാതിരുന്നത് വെറുതെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അധികം സന്ദർശകരെ അനുവദിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ജഗ, വർഷ അവള് തൽക്കാലം വർഷ അവിടെ നിൽക്കേ നിവർത്തിയുള്ളൂ. സാവകാശം വന്ദന തന്നെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറയണം. ചെന്ന് ഫ്രഷായി വരുമ്പോഴേക്കും ഞാൻ ആഹാരം എടുത്തു വെക്കാം. ജഗൻ വന്ദനെ ഉപേക്ഷിക്കണം. അതുപോലെ ഹരിത മനോജിനെ. ഇപ്പോ നിന്റെ കയ്യിലുള്ള ആയുധമുണ്ടല്ലോ, സ്നേഹം. ആ ആയുധത്തെ വിശ്വാസത്തിൽ രാഗിയെടുത്താൽ ഒരല്പം മൂർച്ച കൂടുതലാണിതിന്.